മദ്രസയാണ് മറ്റൊരു പ്രശ്നം. പ്രിയപ്പെട്ടവരെ, മദ്രസ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് മുസ്ലിങ്ങളുടെ മാത്രം സ്വന്തമായതുകൊണ്ട് മദ്രസ അങ്ങോട്ട് പൊക്കോട്ടെ എന്നാണ് പല ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് മദ്രസ ഇവിടെ പല ആളുകളും ചോദിക്കുക, മദ്രസ എന്തിനാ, മദ്രസ കൊണ്ട് ഈ രാജ്യത്തിന് എന്താണ് ഗുണം എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുമ്പോൾ എന്താണ് മദ്രസ എന്ന് അവർക്ക് അറിയാൻ പാടില്ല എന്നുള്ളത് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ആരാണ് മദ്രസകളുടെ ഈ രാജ്യത്തെ സന്താനങ്ങൾ? മദ്രസകൾ ഈ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണെന്നറിയാമോ? മദ്രസകളാണ് ബ്രിട്ടീഷുകാരെയും ഫാസിസ്റ്റുകളെയും ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കാനിടയായത്. ഫാസിസ്റ്റുകളുടെ വിഭജന അജണ്ടയെ തകർത്തത് മദ്രസയാണ്. നിങ്ങൾക്കറിയോ, ദാറുൽ ഉലൂം ദൈബന്ദ് എന്ന് പറയുന്ന, ഇവിടെ ഇരിക്കുന്ന പല പണ്ഡിതന്മാരും ഖാസിമികളാ. ദാറുൽ ഉലൂം ദൈബന്ദ് ഏഷ്യയിലെ ഏറ്റവും വലിയ മദ്രസയാ. ആ മദ്രസ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാ. അവിടെയാണ് ഗാന്ധിജി മൗലാന അലി സഹോദരന്മാരോടൊപ്പം ഇരുന്ന് സ്വാതന്ത്ര്യത്തിന്റെ ചർച്ചകൾ നടത്തിയത്. ഗാന്ധിജി അവിടെയാണ് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര ആചാര്യൻ എന്ന് പേര് കിട്ടിയ ആ സ്ഥാപനത്തിന്റെ സ്ഥാപകനായ ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദുൽ ഹസൻ ദൈവന്തി മദ്രസയുടെ സ്ഥാപകനാ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് മൗലാന ഹുസൈൻ അഹമ്മദ് മദനി, അദ്ദേഹം മദ്രസയുടെ സന്താന. മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത് ഈ ലോകത്ത് ഒരു കലാലയത്തിലും പഠിപ്പിക്കാത്ത വിദ്യാഭ്യാസങ്ങളാണ്. അവിടെ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ തർക്കശാസ്ത്രം ലോജിക്ക് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ കണക്ക് പഠിപ്പിക്കുന്നുണ്ട്, അവിടെ ഗോളശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്, ലോകത്തിന് വേണ്ടതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ആരാണ് ഈ മദ്രസയുടെ ഏറ്റവും മികച്ച സന്താനങ്ങളെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കാണാം ആരാണ്. ദി മദ്രസാസ് വേർ വൺ ഇൻക്ലൂസീവ്, മദ്രസകൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്ഥാപനമാ. ആൻഡ് ഇന്ത്യസ് ഫസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, social reformer Rajaram Mohan Roy, and Hindi writer Munshi Premchand began their education with Maulavis, Islamic religious scholars, from madrasas. Madrasയുടെ സന്തതികൾ രാജേന്ദ്ര പ്രസാദ്, മദ്രസയുടെ സന്തതികൾ രാജാറാം മോഹൻ റായ്, മദ്രസയുടെ സന്തതികൾ മുൻഷി പ്രേംചന്ദ്. അതുകൊണ്ടാണ് രാജാറാം മോഹൻ റായ് ഈ രാജ്യത്ത് ഈ ഫാസിസ്റ്റ് ശക്തികൾ, ചാതുർവർണ്ണ ശക്തികൾ സതി നടപ്പാക്കിക്കൊണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങളെ ചിതയിൽ തള്ളിയിട്ട സതി സമ്പ്രദായം ഈ രാജ്യത്ത് നിർത്തലാക്കിയത് ആരെന്നറിയോ? രാജാറാം മോഹൻ റായിയാണ്. It was widely believed that Rajaram Mohan Roy had studied at the Madrasa Aliyah. മദ്രസ ആലിയയിലാണ് അദ്ദേഹം പഠിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം ഒരു സോഷ്യൽ റിഫോർമറായി മാറിയത്. അദ്ദേഹം അവിടെ നിന്ന് പേർഷ്യൻ പഠിച്ചു. അതുപോലെ he could read the Quran without a Maulavi's help. ആ മദ്രസ ആലിയയിൽ നിന്ന് പഠിച്ചതുകൊണ്ട് ഒരു മൗലവിയുടെ പിന്തുണയില്ലാതെ, സപ്പോർട്ടില്ലാതെ ഖുർആൻ വായിക്കാൻ രാജാറാം മോഹൻ റായ്ക്ക് അറിയാമായിരുന്നു. He studied the works of medieval Sufis and the Arabic translations of Aristotle and Plato. അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ പോലുള്ള ദാർശനികന്മാരുടെ അറബി വിവർത്തനങ്ങൾ അദ്ദേഹം പഠിച്ചത്. ആ പുസ്തകങ്ങൾ വായിക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തനാക്കിയത് മദ്രസ ആലിയയാണ്. രാജാറാം മോഹൻ റോയ് അദ്ദേഹമാണ് സതി സമ്പ്രദായം ഇവിടെ വേണ്ടാണ്ട് തീരുമാനിച്ചത്. അദ്ദേഹം ഇസ്ലാമിനെ നന്നായി പഠിച്ച ആളായിരുന്നു. അങ്ങനെ രാജ്യത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മഹാരഥന്മാരെ സൃഷ്ടിച്ച മദ്രസ. ആ മദ്രസയും വേണ്ട പോൽ. എന്തിനാ? മദ്രസ നിലനിന്നാൽ ഇവരുടെ അജണ്ടകൾ നാളുകളിൽ പൊളിയുമോ? അതിനാണ് മദ്രസകളുടെ നേരെ ഒരു വാളോങ്ങുന്നത്. അതോടൊപ്പം നിങ്ങൾക്കറിയാമോ, മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന സംഗതികളൊക്കെ പഴയതാണ്. നിങ്ങൾക്കറിയാമോ, ഈ പള്ളി ഉണ്ടല്ലോ, ഇപ്പൊ പഴയ പല പള്ളികളിൽ നിന്ന് ഇവിടെ ബാങ്ക് വിളിച്ചു, പല പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിച്ചില്ലേ? ഈ ബാങ്ക് വിളിച്ച പള്ളികളുടെ എല്ലാം മെഹ്റാബ്, അതിന്റെ ഖിബില തിരിഞ്ഞിരിക്കുന്ന എങ്ങോട്ടാണെന്നറിയാവോ? 4000 കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മക്കയിലെ കഅബാലയത്തിലേക്ക് തിരിഞ്ഞാ നിൽക്കണേ. മദ്രസയിൽ പഠിപ്പിക്കുന്ന സാധനം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയ സിമ്പിൾ ഉദാഹരണം ഞാൻ പറയുക. ഇപ്പോ ഖിബില കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് താമസിച്ച വീട്ടിൽ ഞാൻ ഖിബില നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ യന്ത്രം നോക്കി, ഖിബില സാധനം നോക്കി, നമുക്ക് കൃത്യമായി ഖിബില കിട്ടും. പക്ഷെ ഈ സാധനമൊന്നുമില്ലാഞ്ഞ ഒരു 50 കൊല്ലം 100 കൊല്ലം മുമ്പുള്ള കാലങ്ങളിൽ മക്കയിലെ പരിശുദ്ധ കഅബാലയത്തിന്റെ നേരെ മുഖം തിരിച്ചു വെച്ചുകൊണ്ട്
5000 കിലോമീറ്ററുകൾക്ക് പുറത്ത് കടലിനിക്കരയുള്ള മുസ്ലിം പള്ളികളുടെ കഅബ ഖിബ്ല അങ്ങോട്ട് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് വളരെ കൃത്യതയോടുകൂടി നിങ്ങൾ ഇന്നും പരിശോധിച്ച് നോക്ക്, ഒരു ഖിബ്ലയും തെറ്റിയിട്ടില്ല. എങ്ങനെയാണ് അവിടെ ഖിബ്ല തിരിച്ചു വെക്കാൻ പറ്റിയത്? ഞാൻ ചോദിക്കുക. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് നേരെ തിരിച്ച് അതിലേക്ക് മുഖം തിരിച്ചു വെച്ചുകൊണ്ട് ഈ കൊല്ലം ജില്ലയുടെ മിനി സിവിൽ സ്റ്റേഷൻ പണിയണമെന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയർക്കും ഇപ്പോഴും പറ്റില്ല. ഒരു എഞ്ചിനീയർക്കും പറ്റില്ല. ആകാശത്തിലൂടെ ഏരിയൽ സർവേ നടത്തേണ്ടി വരും, എന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. അല്ലാതെ സെക്രട്ടേറിയറ്റിന്റെ അതേ ദിശയിലൂടെ മിനി സിവിൽ സ്റ്റേഷൻ പണിയാൻ ഇപ്പോഴും ശാസ്ത്രം വളർന്നിട്ടില്ല. പക്ഷേ 5000 കിലോമീറ്റർ അകലെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഈ കഅബയുടെ മുഖം മുഴുവൻ തിരിച്ചു വെച്ച് എങ്ങനെയെന്നറിയോ? ഗോളശാസ്ത്രം അറിയുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാരാണ്, മദ്രസകളിൽ പഠിച്ചവർ. എന്റെ നാട്ടിലെ പള്ളിയുടെ ഖിബ്ല തിരിച്ചു വെച്ച ചേലക്കുള ഉസ്താദാ. ആ ചേലക്കുള ഉസ്താദിന്റെ ശിഷ്യന്മാരാ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരാ. മദ്രസകളിൽ ഗോളശാസ്ത്രമുണ്ട്, മദ്രസകളിൽ ലോജിക്കുണ്ട്, മദ്രസകളിൽ കണക്കുണ്ട്, മദ്രസകൾ ദായക്രമത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന ദായക്രമത്തിന്റെ സംവിധാനങ്ങൾ കണക്കുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ കമാൽ പാഷയുമായി അതുപോലെ തന്നെ അലക്സാണ്ടർ ജേക്കബ് സാറൂക്കി ആയിട്ട് ഒരു വേദി പങ്കെടുത്തപ്പോ അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആനികമായ ദായക്രമം ഫറായിദിനെ സംബന്ധിച്ച് പറഞ്ഞു. അത്ഭുതകരമാണ്. ഈ വിജ്ഞാനമൊക്കെ പലപ്പോഴും പല അഡ്വക്കേറ്റ്സിനും അറിയാത്തതിന്റെ പേരിൽ എന്നെ കണക്ക് കൂട്ടി കൊടുക്കണം ഞാനാന്ന്. വക്കീലന്മാർക്ക് ഇത് അറിയാൻ പാടില്ല, പക്ഷെ മുസ്ലിയാക്കന്മാർക്ക് ഇതറിയാം. ഇത് പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുക, മദ്രസ പഠിപ്പിക്കുക. ഇസ്ലാമിന്റെ മദ്രസ ഇതാ. ഈ അറിവിന്റെ സങ്കേതങ്ങളെ തകർത്ത് തരിപ്പണമാക്കാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മദ്രസകള് അങ്ങില്ലാതാക്കിയാൽ നമ്മുടെ മക്കൾക്കൊക്കെ വേറെ എന്തോ വലിയ വിദ്യാഭ്യാസം കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ? വിദ്യാഭ്യാസം തന്നെ കൂമ്പടഞ്ഞു പോകും.